ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലഞ്ചിന് എന്താണ് കൊണ്ടുപോയത് നട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ദിവസം കോളേജിലേക്ക് ലഞ്ച് കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു സംഭവം കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഉണക്കച്ചെമ്മീനും അതുപോലെ പയറും കൂടെയുള്ള ഉപ്പേരിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു പാൻ എടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കേട്ടോ. സവാള വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ചെറിയ ഉള്ളി ആക്കി എപ്പോഴും ടേസ്റ്റ്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വറ്റൽമുളക് ഒന്ന് ചതച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ആഡ് ചെയ്യണം. നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഉണക്കച്ചെമ്മീൻ, അല്ലെങ്കിൽ ഉപ്പേരി മൊത്തത്തിലെ വെടക്കായിപ്പോൾ. എന്നിട്ട് അത് ഇതിലോട്ടിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് സമയം ഒന്ന് വഴച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ അതായിക്കോളും. പിന്നെ ആവശ്യത്തിനുള്ള കറി ലീവ്സും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ പയറാട്ടോ, പച്ചപ്പയറാണ്. ഈ ഒരു പയർ ആണ് ആഡ് ചെയ്യേണ്ടത്. ഏത് സൈസിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനൊരു മീഡിയം സൈസിലാണ് മുറിച്ചത്. ഞാൻ ആക്ച്വലി തലേ ദിവസമാണ് എല്ലാം അരിഞ്ഞു വയ്ക്കുക ഉപ്പേരിക്കുള്ളത്. അതാകുമ്പോൾ പിറ്റേ ദിവസം എനിക്ക് സമയം കളയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് ഓൾറെഡി അരിഞ്ഞിട്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ശരിക്കും സ്ലോ കുക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് വരിക. നമ്മൾ അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടാൽ പോലും എനിക്ക് തോന്നുന്നില്ല നല്ല ബെസ്റ്റായിട്ട് വരുന്നുള്ളൂ. ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് സ്ലോ കുക്ക് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു എന്താ പറയുക, എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷനിലാണ്, ഇല്ലെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകിയത് ഇട്ടിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ടിന് ശേഷമാണ് എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് എടുക്കുമ്പോൾ അതെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സ്മെല്ലും കേട്ടോ. ഉണക്കച്ചെമ്മീൻ അല്ലെങ്കിൽ ഉണക്കമീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഈ ഒരു ഉപ്പേരി ഇഷ്ടപ്പെടുള്ളൂ, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് സംശയം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ രാവിലെ ഞാൻ കുറച്ച് സീഡ്സ് കഴിക്കാറുണ്ട്. ഞാൻ സൺഫ്ലവർ സീഡ്സ്, അതുപോലെ തന്നെ സെസമെ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, കുറച്ച് പംകിൻ സീഡ്സും എല്ലാം ഒരു സ്പൂൺ വെച്ച് കഴിക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതും കൂടെ കഴിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലഞ്ച് പാക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് 8 മണിയാകുമ്പം ഇറങ്ങണം വീട്ടിൽ നിന്ന്. അപ്പം പെട്ടെന്ന് ലഞ്ച് പാക്ക് ചെയ്യാണ്. അപ്പോൾ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുക ഉപ്പേരിയാണ്. കാരണം എനിക്ക് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. കറി പോലും വേണ്ട ചോറ് കഴിക്കാൻ, ഉപ്പേരി മാത്രം മതി. അപ്പോൾ ഞാൻ അധികം ചോറും ഉപ്പേരി അല്ലെങ്കിൽ തൈരില്ലെങ്കിലും ചിലപ്പോൾ ചോറും ഉപ്പേരി മാത്രം കൊണ്ടുപോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സൂപ്പർ ഉപ്പേരിയും കൂടെ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പം ഇത് ഉടനെ നമ്മൾ എടുക്കരുത്, കുറച്ച് നേരം അടച്ച് വെച്ച് ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഒന്ന് ഇറങ്ങണം ഉപ്പേരിയിലോട്ട്, എല്ലാത്തിനെയും ഫ്ലേവർ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഉപ്പേരിക്ക് സൂപ്പർ ടേസ്റ്റ് വരിക. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചെല്ലുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി ആഡ് ചെയ്തു. അതിന് ശേഷം ഞാൻ കുറച്ച് കടുമാങ്ങ അച്ചാർ എടുക്കുന്നുണ്ട്. ഒരു കടുമാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റാണ് ഈ ഒരു ഉണക്കമുളക്, അല്ലെങ്കിൽ എന്താ പറയുക, തൈര് മുളക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് റെഡിയാണ്. അപ്പോൾ ഈ ഒരു ഉപ്പേരി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യും.